ട്രെയിനിൽ മുത്തച്ഛനൊപ്പം ഉറങ്ങിക്കിടന്ന 6 വയസ്സുകാരിയെ എടുത്തുകൊണ്ടുപോയി ലൈംഗിക അതിക്രമത്തിനിരയാക്കി പ്രതിയെ പിടികൂടാൻ സഹായിച്ച യുവതിയെ മുൻ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അനുമോദിച്ചു. കൊട്ടാരക്കര കോട്ടത്തല സ്വദേശിനിയാണ് യാത്രക്കാരിയായ വീണ. ഇങ്ങനെ ഒരു ഇടപെടൽ വീണ നടത്തിയില്ലായിരുന്നുവെങ്കിൽ കൊല്ലം സ്വദേശിയായ പ്രതി സനീഷ് മറ്റൊരു പെൺകുട്ടിയെ ഉപദ്രവിക്കുമായിരുന്നു. മുത്തച്ഛനോടൊപ്പം ഉറങ്ങിക്കിടന്ന 6 വയസ്സുകാരിയെ പ്രതി സനീഷ് എടുത്തുകൊണ്ടുപോയി ട്രെയിനിൽ വെച്ച് പീഡിപ്പിക്കുമ്പോഴാണ് വീണ തടഞ്ഞത്. മറ്റൊരു ഗോവിന്ദച്ചാമിയെ പിടികൂടിയ വീണയെ മുൻ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ആദരിച്ചു. ആ കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റിയതിൽ അതിന് ജീവനോടെ ഇരിക്കുന്നതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട്. എനിക്ക് ആ തക്ക സമയത്ത് അത് പ്രതികരിക്കാൻ തോന്നിയത് കൊണ്ടാണ് ആ കുഞ്ഞിന് ജീവനോടിരിക്കുന്നത്. അല്ലെങ്കിൽ നാളെ ഒരു സമയത്ത് പിറ്റേ ദിവസം തന്നെ നമ്മൾ പത്രത്തിൽ ആ കുഞ്ഞ് മരണപ്പെട്ടു എന്നൊരു വാർത്ത തന്നെ കേൾക്കേണ്ടി വന്നു. ഇപ്പൊ കേരളം ഒന്നടങ്കം എന്നെ വിളിച്ച് അഭിനന്ദിക്കുന്നുണ്ട്. പക്ഷെ ആ അഭിനന്ദനത്തിനേക്കാൾ കൂടുതലും സന്തോഷം എനിക്ക് ആ കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റിയതിലാണ് എനിക്ക് സന്തോഷം. നമ്മുടെ കേരളം എല്ലാം നല്ല ശ്രദ്ധയോടുകൂടി വായിച്ച വളരെ അഭിമാനത്തോടെ കണ്ട ഒരു വാർത്തയാണ് വീണ യാത്ര ചെയ്ത ട്രെയിനിൽ ഉണ്ടായ സംഭവം. ഒരു കുഞ്ഞിൻ്റെ അച്ഛൻ്റെ ഒന്നും ഡീറ്റെയിൽസ് അങ്ങനെ പറയേണ്ട കാര്യമില്ല. കാരണം അതൊരു പറയാൻ പാടില്ല. കുഞ്ഞിനെ കിടന്ന് ഉറങ്ങുന്നിടത്തുനിന്ന് അവന് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയിട്ട് അബ്യൂസ് ശാരീരികമായി പീഡിപ്പിക്കാനും ഒക്കെയുള്ള ശ്രമം നടന്നപ്പോൾ അപ്പോൾ അത്തരം മാനസിക വൈകൃതമുള്ള ആളുകളെ കണ്ടിട്ട് അതിനെ കണ്ട് അത് വളരെ ഗൗരവത്തോടെ എടുത്തു. അപ്പോൾ തന്നെ അതിന് ശേഷം തന്നെ ബഹളം ഉണ്ടാക്കി വാർത്ത വന്നുകൊണ്ടാണല്ലോ. പിന്നെ ഇറങ്ങിപ്പോയതിന് ശേഷം അല്ല, അവിടുന്ന് തന്നെ പിന്നെ അവനെ പിടിച്ചു. അപ്പോൾ പിടിച്ചു കഴിഞ്ഞപ്പോൾ സ്ഥിരമായ കുറ്റവാളിയൊക്കെ ആണ് ഇങ്ങനെ കാണിക്കുന്നിടത്തിനാണെന്നുള്ളത് ഉള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും ഈ നാടിന് വലിയ അഭിമാനമാണ്. സ്ത്രീകൾക്ക് എന്നല്ലേ പ്രത്യേകിച്ച് പറയണമെങ്കിൽ പോലും സ്ത്രീകൾ തന്നെ ഇങ്ങനെ മുൻകൈ എടുക്കുമ്പോൾ അതിന് വലിയ പ്രാധാന്യമുണ്ട്. കൊട്ടാരക്കര നഗരസഭാ ചെയർപേഴ്സൺ അനിത ഗോപകുമാർ, കൊല്ലം ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് സുമലാൽ തുടങ്ങിയവരും വീണയെ അനുമോദിച്ചു. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.